ഒരു സ്ഥലത്ത് കാലിങ്ങനെയാണല്ലോ. ഓക്കെ, ഇന്നലെ ഒരു അപ്പം ഈ താഴ. വെൽക്കം ബാക്ക് ടു ഡൂമാൻ 400. നമ്മളിന്ന് ചെറിയൊരു മോർണിംഗ് റൈഡ് പോവുകയാണ്. എവിടത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലവെച്ചുപാറയിലേക്കാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റായി ഇവിടെ എത്താനായി. കാരണം വീഡിയോ എടുക്കാത്തത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയത്. നമ്മൾ ഏകദേശം എത്താനായി. അപ്പോൾ ലൈറ്റ് വന്നിട്ടായിരിക്കും നമ്മളുടെ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു മോർണിംഗ് റൈഡ് അടിപൊളിയായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കാണാൻ നോക്കുക. അതേപോലെ തന്നെ എപ്പം പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വീഡിയോകളിലേക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ വൈബ് ഉണ്ടാവും. നമ്മളിപ്പോൾ അതുപോലെയല്ല ഈവനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. കാരണം ഉച്ചക്കത്തെ വെയിലൊക്കെ കഴിഞ്ഞ് അഥവാ മഞ്ഞുണ്ടെങ്കിൽ മഞ്ഞ് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ക്ലൈമറ്റ് സീസണിൽ പോകണം. അല്ലാണ്ട് വെറുതെ ഈ ഒരു ഇതിൽ പോയിട്ട് കാര്യമില്ല. എന്നാലും ഇത്ര ഇരുട്ടുള്ള സമയത്ത് ആരും ഇങ്ങോട്ട് വരില്ല. എൻ്റെ മോനെ സ്ഥലം അടുത്താണെങ്കിലും അത്യാവശ്യം ട്രക്കിങ് ചെയ്ത് പോകണം. എങ്ങനെയുണ്ട് സാധനം? ഇനീൻ്റെ പകുതി തന്നെ കൂടുതലുണ്ട്. ഇപ്പം തന്നെ സൈഡായി. ഹരിയർ ഫോർട്ട് പോകേണ്ടി വയ്ക്കും. ഹരിയർ ഫോർട്ടൊക്കെ പോവാം, അതൊന്നും കുഴപ്പമില്ല. അത് വേറെ ഇത് വേറെ. ഞാൻ ഒന്നാം നടക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ കയറി നോക്കുമ്പോൾ ഉപ്പളി കാലിൻ്റെ മസിലും പണി. ഓട്ടെ ഓട്ടെ. എൻ്റെ മോനെ വല്ലാത്തൊരു ഫീലാട്ടാ. വെള്ളം പോലും കുടിച്ചില്ല. അപ്പോൾ അവിടെ എണീച്ച് ക്യാമറ സെറ്റാക്കി ഫോൺ ചാർജ് കുത്തി വെച്ച് പിന്നെ നോക്കണം. പിന്നെ ഇനി ആളെയും കൂട്ടി വന്നാൽ ഫൈനലി നമ്മൾ ആ സ്ഥലത്ത് എത്തി. നല്ല രീതിയിൽ പണിയായി. നോർമൽ കയറ്റല്ല, അത്യാവശ്യം വലിയ കയറ്റാണ്. പാറേൻ്റെ ഇടയ്ക്ക് കൂടി കയറി നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തി. ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, കാരണം ലൈറ്റില്ല. എന്തിനില്ല പറയാടാ. ഇവിടെ വെച്ച് വെച്ച് പോയി. ഇവിടെ ഉയരുന്നുണ്ടേ. നമ്മൾ ഇവിടെ വന്ന് കിടന്നു, കാരണം തീരെ കഴിയുന്നില്ല. എന്തുകൊണ്ടും കുറച്ച് നേരത്തെ വന്നത് അടിപൊളിയായി. കാരണം 2-3 പ്രാവശ്യം വഴിതെറ്റിപ്പോയി. അതേപോലെ തന്നെ കയറാൻ അത്യാവശ്യം റിസ്ക്കുണ്ട്. അതേപോലെ നല്ല രീതിയിൽ തണുപ്പുണ്ട്. ആണെങ്കിൽ എന്താ പറയുക, ഒരു കേരിയ എഫക്റ്റും കേരിയ എഫക്റ്റ് കൊണ്ട് ഒന്നും പറ്റുന്നില്ല. കിടന്ന് ഉറങ്ങിയാൽ മതി. നായി 8 മോർണിംഗ് കാണാം. ഇപ്പോൾ ഏതായാലും സൺറൈസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ഡേഞ്ചറാണ് കേട്ടോ, നല്ല ഡേഞ്ചറാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെയൊക്കെ ഇതുണ്ടോ, താഴ്ച ഉണ്ടോ? ഒരു ഇങ്ങോട്ട് നോക്കിയാ സാധനം എങ്ങനെ നോക്കറാ. ഇവിടെ പോയി തീർന്നു കേട്ടോ. ഇതാണ് അവസ്ഥ. ഇവിടുന്ന് വീഴുന്നില്ല. വീമൊക്കെ നമ്മൾ പതി ജീവൻ പോവും. നിൽക്കുന്നുണ്ടോ, ഫുൾ കുത്തനെയുള്ള ഇറക്കാണ്. അവിടെയാണ് നിൽക്കുന്നില്ല. കളറായി വരുന്നുണ്ട്, എല്ലാം കാണാം. ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കണ്ടോ. ഇനി ഇവിടുന്ന് ഇരിക്കുന്ന സ്ഥലം താഴോട്ടേക്ക് നോക്കാം. ഇതുണ്ടോ, ഫുൾ പാറയാണ്. ഇതാ പോയാൽ തീർന്ന്. അപ്പോൾ ഈ ക്യാമറേൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. ക്യാമറ കാറ്റടിച്ച് കഴിഞ്ഞാൽ പണിയാവും. അത്യാവശ്യം മലേൻ്റെ ഇടയ്ക്ക് കോടിയും കാലിനൊക്കെ കയറി വന്നിട്ട് നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. ഇവിടുത്തെ കറക്റ്റ് വ്യൂ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. ഇവിടുത്തെ വ്യൂ ഇതാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇതൊന്നുമില്ല, ഫുള്ള് എന്താ പറയുക, ഒരു ഇരുടായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അത്യാവശ്യം സൺറൈസും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ലൊരു സ്പോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഇൻസ്റ്റാ 360 ക്യാമറ ടൈം ലാപ്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കാലിങ്ങനെയാണുള്ളത്. ഓക്കെ, കാലിങ്ങനെയാണ്. ഇതാ താഴെ പോയി കഴിഞ്ഞാൽ തീരുമാനമായി. ഇവിടെ നിനക്ക് വരാനും പറ്റില്ല, കാരണം ക്യാമറയുണ്ട്. ക്യാമറ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ക്യാമറ അവിടെ വെക്കുമ്പോൾ എന്തായാലും ക്യാമറ കാറ്റടിച്ചാൽ പോകും, അത് വേറെ കാര്യം. പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ക്യാമറ ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ക്യാമറ 360 വർക്കിലാണ്. ഇതുണ്ടോ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കയറി വന്നതിൻ്റെ റിസൾട്ട് ഇതാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു, കാരണം മോർണിംഗ് എണീച്ചപ്പോൾ തന്നെ വെള്ളം പോലും കുടിക്കാണ്ട് ഇറങ്ങിയതാണ്. ക്യാമറ സെറ്റാക്കി, ഫോണ് സെറ്റാക്കി, മെമ്മറിക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇന്നലെ വരും. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അവിടുത്തെ സൺറൈസ് കാണാനായിട്ടാണ്. ഇപ്പോൾ ഒരുത്ത താഴെ പോയിട്ട് നോക്കുമ്പോൾ വലിയ വ്യൂ ഇല്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. റെസ്റ്റ് എടുത്തു, അവർ തളർച്ചയൊക്കെ മാറി. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കാണിച്ചു തരാം. നിങ്ങൾ ഓരോ സ്പോട്ടിൽ പോകുമ്പോൾ ഇതുണ്ടോ, ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി 8ൻ്റെ പണിയാണ് കിട്ടുക. ഫുള്ള് പാറയാണ്, വീണാൽ തീർന്നു. ഇല്ല അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് എന്നൊക്കെ കുറേ ആളുണ്ടോ. ഫാമിലിയാണോ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. ഏത് നമ്മൾ പോകണ്ടേ? ഒരു കാറിൽ വന്നിയാ? ആടെ കാറിൻ്റെ ഉണ്ടോ? ഓഹോ, ഇതാ നമ്മളെ കാത്തു നിന്ന ഒരു സമയമായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിനാണ് നമ്മൾ അത്ര രാവിലെ ഓടി കതച്ച് വന്നത്. ക്യാമറ ഷൂട്ടിംഗ് ആണ് ഇത്, ഫോണിലെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഓക്കെ, പൂ ഒരു മുട്ട് പോലത്തുന്ന സംഭവമാണ്. നമ്മൾ വന്ന ഏകദേശം വഴിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സംഭവം എത്ര ഒരു പാടുണ്ട്. അതിപ്പോൾ പോരും. ക്യാമറയും നോക്കി നടന്നു. നമ്മൾ ഇതിൽ തന്നെ ഏരിയ വന്നേ ഇത്രക്ക്. അപ്പം ഇനി അപ്പോൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മോർണിംഗ് റൈഡ്. അത്യാവശ്യം അടിപൊളിയായി തോന്നുന്നു. ഇനി താഴെ ഇറങ്ങിയിട്ട് അത്യാവശ്യം ഇറങ്ങാനുണ്ട്. ഇറങ്ങുന്ന സ്ഥലമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്ത് തരാം. ഓക്കെ, എന്താ ഊരിപ്പോരാവണ ഉമ്മച്ചി. ടഫുണ്ട് ചില സ്ഥലമൊക്കെ ഇറങ്ങി പോകാനായിട്ട്. ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഇത് വരുമ്പം നല്ല ഗ്രിപ്പിലെ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെടാം. ഇതൊക്കെ നമ്മൾ കയറിയതാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് സംഭവം അത്യാവശ്യം ടഫാണ് കയറാൻ. ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല. നമ്മളിതാ ഫൈനലി താഴെ എത്തി. അപ്പോൾ വണ്ടി വെച്ചത് അത്യാവശ്യം ഒരു ഓഫ് റോഡൊക്കെ കയറ്റി വെച്ചാണ്. നിങ്ങൾ നല്ല ഓഫ് റോഡ് വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ തന്നെ വെച്ചാൽ മതി. ഞാൻ പിന്നെ അത് നല്ല രാവിലെ ആയതുകൊണ്ട് നമുക്ക് വഴി അറിയാത്തതും കൂടി ആയതുകൊണ്ട് നമ്മൾ മെല്ലെ കയറ്റിയതാണ്. പിന്നെ നമുക്ക് ഇതൊന്നും ഒരു ഇതല്ല, അതുകൊണ്ട് നമ്മൾ കയറ്റി. ഇതാണ് സ്ഥലം. ഇതാ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നിങ്ങൾക്ക് കയറി പോകേണ്ടത്. കണ്ടോ, ഈ ഒരു സ്പോട്ട് നിങ്ങൾ കറക്റ്റ് വെച്ചാൽ ഇവിടുന്ന് ഹൈവേ ഈ ഇടയിലേക്ക് ഇരിക്കും പോയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ആ പീടിയ, അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട്. ഇതിലേക്ക് കൂടിയാണ് കയറി പോകേണ്ടത്. നമ്മളൊരു വണ്ടിയൊക്കെ ഇതാ ഈ ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. നമ്മളങ്ങ് കയറ്റേണ്ട ആവശ്യമില്ല, നമ്മൾ റിസ്ക് എടുത്ത് കയറ്റിയതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മോർണിംഗ് റൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതേപോലെ തന്നെ ഇനി അങ്ങോട്ട് കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വരും. അത് മിസ്സാകാതെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.